വെൽക്കം ടു എഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പേപ്പർ BCOS 134 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആയ ഇൻട്രൊഡക്ഷൻ ടു മെട്രിസസ്. നമുക്കറിയാം മെട്രിക്സ് എന്താണ്. മെട്രിക്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ BCom എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത്? നോക്കൂ, ഇവിടെ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഇൻ ടു റോസ് ആൻഡ് കോളംസ്. മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്പേഴ്സിനെ റോ ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെട്രിക്സ് ഓൾജിബ്ര ഫൈൻഡ് വൈഡ് അപ്ലിക്കേഷൻസ് കവറിംഗ് ദി ഫീൽഡ് സച്ച് ആസ് എഞ്ചിനീയറിംഗ്, എക്കണോമിക്സ്, ബിസിനസ്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ് എക്സെട്ര. അപ്പം നമ്മൾ ഈ ഒരു മെട്രിക്സ് പല ഫീൽഡിലും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് യൂസ് ചെയ്യുന്നുണ്ട്, സോഷ്യോളജിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഫിസിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല രീതിയിലും. അതേപോലെ തന്നെ മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിലൊക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷനാണ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഈ ഒരു സോഷ്യോളജിസ്റ്റ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത് ടു സ്റ്റഡി ദി ഡോമിനൻസ് വിത്തിൻ എ ഗ്രൂപ്പ്. അവരുടെ ഗ്രൂപ്പിൽ ഏറ്റവും ശക്തനായ ആൾ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡെമോഗ്രാഫേഴ്സ് യൂസസ് ടു സ്റ്റഡി ദി ബർത്ത് ആൻഡ് സർവൈവൽസ്. അതായത് ഇപ്പോൾ ജനനം, മരണം എന്നിവയെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ടേക്ക് ദി ഹെൽപ്പ് ഓഫ് മെട്രിസസ് ഫോർ ഫാസ്റ്റ് ആൻഡ് അക്യുറേറ്റ് ഡിസിഷൻ മേക്കിംഗ്. നമ്മളെ പോലെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ബിസിനസ് ആണ്, അല്ലേ? അപ്പോൾ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ അവർ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ്, അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി മെട്രിക്സ് ഫോർമുലേഷൻ ഓഫ് ഡാറ്റ to maximize profit and the planned production or availability of materials. ഇപ്പോൾ ലാഭം കൂട്ടാൻ പ്രൊഡക്ഷൻ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നിവയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ട് ലീനിയർ പ്രോഗ്രാം വഴി പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിലൊക്കെ മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെട്രിക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റയെ കൂടുതൽ നല്ല രീതിയിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുവാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ കഴിയുന്ന ഒരു മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ആണ് എന്ത്? മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഈ ഒരു എന്തുകൊണ്ട് നമ്മൾ മെട്രിക്സിനെ കുറിച്ച് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. അപ്പോൾ മെട്രിക്സിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഉപകാരം, അല്ലേ? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഒരു പ്രോബ്ലം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യം, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു വിവരം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബേസിൽ ആ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മെട്രിക്സ് എന്നുള്ള ഇതാണ് മെട്രിക്സിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് മെട്രിക്സ് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മെട്രിക്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മെട്രിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് ബ്രാക്കറ്റ്സ്, അല്ലെ? അതായത് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളിതാ ഇതുപോലെയുള്ള ബ്രാക്കറ്റ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് കോളംസും അതേപോലെ തന്നെ റോസിലും നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു റെക്ടാങ്കുലർ ശ്രേണിയെയാണ്, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ അറേയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതായത് ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റോ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ബ്രാക്കറ്റ്സോ യൂസ് ചെയ്തുകൊണ്ട് കോളംസും അതുപോലെ തന്നെ റോസും ആക്കിയിട്ട് ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കണം. ബ്രാക്കറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് കോളംസിലും റോസും അറേഞ്ച് ചെയ്യുന്ന, നമ്പേഴ്സിനെ കോളംസിലും റോസിലും അറേഞ്ച് ചെയ്യുന്ന ഒരു റെക്ടാങ്കുലർ ശ്രേണിയെയാണ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്.
അപ്പൊ ഇതിലൊരു എക്സാമ്പിൾ നോക്കൂ, മെട്രിക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരുപാട് നമ്പറുകൾ അല്ലെങ്കിൽ ഒരുപാട് നമ്പേഴ്സുകൾ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് ഇവിടെ കോളംസും റോസും ആയിട്ട് ഒരുപാട് നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ ഇവിടെ ഓൺ ദി ബേസിസ് ഓഫ് എ നമ്പേഴ്സ് ഓഫ് റോസ് ആൻഡ് കോളം ദാറ്റ് എ മെട്രിക്സ് ഹാസ് വി ഡിസൈഡ് ഇറ്റ്സ് ഡൈമെൻഷൻ ഓർ ഇറ്റ്സ് ഓർഡർ. അതായത് ഒരു മെട്രിക്സിൽ എത്ര കോളംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര റോസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മെട്രിക്സിന്റെ അളവ് നിശ്ചയിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കൂ, റോസ് ആർ എക്സ്പ്രസ്ഡ് ഫസ്റ്റ്. റോനെയാണ് നമ്മൾ ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് കോളംസിനെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിളില് ഈ ഒരു മെട്രിക്സിൽ നമുക്ക് നോക്കാം എത്ര കോളംസ് ഉണ്ട് എത്ര റോസ് ഉണ്ട് അല്ലെ. അതായത് നോക്കൂ ഇവിടെ എത്ര റോ ആണുള്ളത്, 1 2 3 അല്ലെ, 3 റോകളും അതേപോലെ തന്നെ 1 2 3 4 4 കോളംസും ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു മെട്രിക്സിന്റെ അളവ് എങ്ങനെയാണ് എഴുതുക, 3 into 4 അല്ലെ. 3 into 4 അങ്ങനെ എഴുതുമ്പോഴും ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് റോയിനെയാണ്, അതിനുശേഷമാണ് നമ്മൾ കോളംസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ കോളംസിന്റെയും ഒരു മെട്രിക്സിലെ കോളംസിന്റെയും റോസിന്റെയും നമ്പേഴ്സ് എത്ര ഉണ്ട് എന്നതിന്റെ ബേസിലാണ് നമ്മൾ ഒരു മെട്രിക്സിന്റെ അളവ് നിശ്ചയിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മെട്രിക്സിനെ 3 into 4 മെട്രിക്സ് എന്ന് പറയാം. അതായത് അപ്പൊ നമുക്ക് ഈ 3 into 4 എന്ന് പറയുമ്പോൾ നോക്കണം 3 റോസും 4 കോളംസും, 3 റോയും 4 കോളംസും അടങ്ങിയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ഈ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് റോനെയാണ്, ശേഷം നമ്മൾ കോളത്തെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ പിന്നീട് അടുത്തത് നോക്കൂ, ദി നമ്പേഴ്സ് അപ്പിയർഡ് ഇൻ ദി റോസ് ആൻഡ് കോളംസ് ആർ കോൾഡ് എലമെന്റ്സ്. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒരു മെട്രിക്സില് അതിന്റെ കോളംസിലും അതുപോലെ തന്നെ അതിന്റെ റോസിലും അടങ്ങിയിട്ടുള്ള നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, എലമെന്റ്സ് ഓഫ് ദി മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ഈ മെട്രിക്സിന്റെ അകത്ത് കാണുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, എലമെന്റ്സ് ഓഫ് ദി മെട്രിക്സ്. അപ്പൊ നോക്കൂ ഇവിടെ എങ്ങനെയാ നമുക്ക് ഈ മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും തിരിച്ചറിയാമെന്ന് നോക്കാം. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു മെട്രിക്സില് ഫസ്റ്റ് കോളം ഓഫ് ദി എലമെന്റ് ഓഫ് ദി ഫസ്റ്റ് കോളം ഓഫ് ദി ഫസ്റ്റ് റോ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് റോ അത് ഏത് എലമെന്റ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ ഈ ഒരു കോളം, അതിന്റെ ഫസ്റ്റ് റോ അതായത് 11 അല്ലെ. ഇനി അതേപോലെ തന്നെ അടുത്ത് നോക്കൂ, സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് റോ ഏത് എലമെന്റ് ആണ് വരുന്നത്, 42 അല്ലെ. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് നോക്കാം, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം ഏതായിരിക്കും, 10 അല്ലെ. അതുപോലെ തന്നെ അടുത്തത് നോക്കാം, തേർഡ് റോയിലെ ഫസ്റ്റ് കോളം 41. അങ്ങനെ നമുക്ക് ഓരോ എലമെന്റ്സിനെയും ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇങ്ങനെ പറയാണ്, അതായത് ഇപ്പോ ദി എലമെന്റ് ഇൻ ദി ഫസ്റ്റ് കോളം ഓഫ് ദി ഫസ്റ്റ് റോ അല്ലെ. ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, 11. ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് റോ അത് ഏത് എലമെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു മെട്രിക്സ് പ്രകാരം 11 ആണ്. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് റോ ഏതാണ്, സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് റോ 42 ആണ്. ഓക്കെ അതേപോലെ തന്നെ നോക്കൂ ഇവിടെ തേർഡ് കോളത്തിലെ ഫസ്റ്റ് റോ ഏതാണ്, 22 അല്ലെ. അല്ലെങ്കിൽ അടുത്ത എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് റോ ഏതാണ്, 10 ആണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഭാഗം നോക്കൂ, എ മെട്രിക്സ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ. മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ് ബൈ കറസ്പോണ്ടിങ് സ്മാൾ ലെറ്റേഴ്സ് വിത്ത് 2 സബ്സ്ക്രിപ്റ്റ്സ്
വിച്ച് ഇൻഡിക്കേറ്റ്സ് റോ ആൻഡ് കോളംസ്. അതായത് അതിൻ്റെ എലമെന്റ്സിനെ കോളം അതേപോലെ തന്നെ റോ എന്നിവയെ സൂചിപ്പിക്കുന്ന രണ്ട് സബ്സ്ക്രിപ്റ്റുകളാക്കിയിട്ട് ഉള്ള ഒരു സ്മാൾ ലെറ്റർ ആയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ആൻ എലമെന്റ്സ് റെപ്രസെന്റഡ് ആസ് A2 3 ഇൻ എ മെട്രിക്സ് ഈസ് റീഡ് ആസ് ഇറ്റ്സ് ടു ബി പൊസിഷൻ ഇൻ സെക്കൻഡ് റോ ആൻഡ് തേർഡ് കോളം. അതായത് ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഒരു മെട്രിക്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ അല്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ മെട്രിക്സ് എ അല്ലെ, മെട്രിക്സ് എ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ അതിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ അടുത്ത നമുക്ക് നോക്കാം, അടുത്തൊരു എക്സാമ്പിൾ ബി എന്ന് യൂസ് ചെയ്തിട്ട് നമുക്കൊരു മെട്രിക്സ് ഇവിടെ തയ്യാറാക്കാം. ഇനി അതിന്റെ എലമെന്റ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. ആ സ്മോൾ ലെറ്റേഴ്സിന്റെ ഒപ്പം തന്നെ നമ്മൾ അതിന്റെ കോളംസും റോസും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടും കൂടി എഴുതുന്നുണ്ട് അല്ലെ. അതായത് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, A11 അങ്ങനെ എഴുതുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം അല്ലെ. ഇവിടുത്തെ നമ്മൾ ഈ ഒരു എക്സാമ്പിളില് എലമെന്റ്സ് റെപ്രസെന്റഡ് ആസ് A2 3, അതായത് ഒരു മെട്രിക്സിലെ അതിന്റെ എലമെന്റ്സിനെ A2 3 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റീഡ് ചെയ്യണം എങ്ങനെ? രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കോളം അല്ലെ. അതായത് ഇവിടെ നോക്കൂ, ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഓരോ എലമെന്റ്സും നമ്മൾ എഴുതിയിട്ടുള്ളത് നോക്കൂ. A11 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം. A12 എന്ന് പറയുന്നത് ഒന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം അല്ലെ. അതേപോലെ തന്നെ A13 എന്ന് പറയുന്നത് ഒന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളം അല്ലെ. അപ്പൊ അങ്ങനെ എത്ര കോളം ഉണ്ടോ, ഒന്നാമത്തെ റോയിൽ എത്ര കോളം ഉണ്ടോ അതങ്ങനെ പോകും അല്ലെ. A1n എന്ന് എഴുതാം നമുക്ക്. അതേപോലെ തന്നെ അടുത്ത് നോക്കൂ, A21 എന്ന് പറയുമ്പോൾ നോക്കൂ, രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം. അതേപോലെ തന്നെ A22 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം അല്ലെ. A23 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കോളം. അതേപോലെ തന്നെ A31 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം. A32 എന്ന് പറയുന്നത് മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളം. അതങ്ങനെ പോകും അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു മെട്രിക്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോക്കൂ. ആദ്യം നമുക്കറിയാം മെട്രിക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ A ഈസ് ഈക്വൽ ടു AIJ M × N. ഇങ്ങനെ ഇതിനെ നമുക്ക് എങ്ങനെയാണ് റീഡ് ചെയ്യുക? ഇവിടെ നോക്കൂ, ഇവിടെ A എന്ന് പറയുമ്പോൾ ആ മെട്രിക്സിന്റെ പേരാണ് അല്ലെ. ആ മെട്രിക്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ അതിന്റെ എലമെന്റ്സിനെ നമ്മൾ സ്മാൾ ലെറ്റർ യൂസ് ചെയ്യുന്നു അല്ലെ. സ്മാൾ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ സ്മാൾ ലെറ്റർ A എന്ന് എഴുതി. ഇതിൽ നോക്കൂ, IJ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? വേർ I ഈസ് ഈക്വൽ ടു അതിന്റെ റോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോനെയാണ് നമ്മൾ ഫസ്റ്റ് എഴുതുക അല്ലെ, അതിന്റെ റോ. ആൻഡ് J എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ കോളം അല്ലെ. M × N എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഓർഡർ ആണ് അല്ലെ. അതായത് M റോ ആൻഡ് N കോളം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സിനെ റീഡ് ചെയ്യുക. അപ്പോൾ ഈസിയാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് 11 എന്ന് പറയുമ്പോൾ ഇതിന്റെ എലമെന്റ്സിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ 11 എന്ന് പറയുന്നത് ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളം. അങ്ങനെയാണ് നമ്മൾ മെട്രിക്സിന്റെ എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ മെട്രിക്സിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് A അല്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ എക്സാമ്പിളിൽ A എന്ന് പറയുമ്പോൾ എന്താണ്? A മെട്രിക്സ് അല്ലെ, ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന്റെ എലമെന്റ്സിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ അതിന്റെ കോളംസിനെയും അതേപോലെ തന്നെ അതിന്റെ റോസിനെയും സൂചിപ്പിക്കുന്ന രണ്ട് സബ്സ്ക്രിപ്റ്റ്സുകളും ഉണ്ടായിരിക്കും. അടുത്തൊരു ഭാഗം നോക്കൂ, ടൈപ്സ് ഓഫ് മെട്രിസസ്. മെട്രിക്സിന്റെ കുറച്ച് ടൈപ്സുകൾ പരിചയപ്പെടാം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് വൺ റോസ് മെട്രിക്സ്. അതായത് ഇവിടെ എ മെട്രിക്സ് വിച്ച് ഹാസ് ഓൺലി വൺ റോ ഓർ ആ മെട്രിക്സ് ഓഫ് ഓർഡർ 1 × n ഈസ് കോൾഡ് റോ മെട്രിക്സ്. അതായത് ഈ റോസ് മെട്രിക്സിൽ ഒരൊറ്റ റോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ അല്ലെ. മെട്രിക്സിന്റെ എലമെന്റ്സ് ഒരൊറ്റ റോ മാത്രമേ ഉള്ളൂ. -3 0 1 അങ്ങനെയുള്ള ഒരൊറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത്
1 into n അല്ലെ, അതായത് 1 into n എന്ന് പറയുമ്പോൾ എന്താണ്, ഒരൊറ്റ റോ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ കോളംസ് എത്ര വേണമെങ്കിലും ആവാം അല്ലെ. അപ്പൊ ഇവിടെ റോ എന്ന് പറയുമ്പോൾ ഒരൊറ്റ റോ ഉള്ളൂ, കോളംസ് എന്താ 3 കോളംസ് ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. അടുത്ത നോക്കൂ, കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഓൺലി 1 കോളം ഓർ ആ മെട്രിക്സ് ഓഫ് ഓർഡർ m into 1. അതായത് ഇവിടെ ഓൺലി 1 കോളംസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. അതായത് റോസ് എത്ര വേണമെങ്കിലും ആവാം, പക്ഷെ കോളം ഒന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് m into 1 അല്ലെ. m into 1 എന്ന് പറയുമ്പോൾ m എന്ന് പറയുന്നത് എന്താണ്, m എന്ന് പറയുന്നത് റോ ആണ് അല്ലെ. into 1 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരൊറ്റ കോളം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇതാണ് ഒരൊറ്റ കോളം ഉള്ള മെട്രിക്സ്. ഇവിടെ റോ എത്ര എണ്ണം ഉണ്ട്, 1 2 3 4, പക്ഷെ ഒരൊറ്റ കോളംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, കോളം മെട്രിക്സ് എന്ന് പറയാം. റോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ റോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ കോളം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് വൺ, റെക്ടാങ്കുലർ മെട്രിക്സ്. ഒരു മെട്രിക്സ് എപ്പോഴാണ് റെക്ടാങ്കുലർ ആവുന്നത്, ഇഫ് ദി നമ്പേഴ്സ് ഓഫ് റോസ് ഈസ് നോട്ട് ഈക്വൽ ടു ദി നമ്പേഴ്സ് ഓഫ് ദി കോളം അല്ലെ. അതായത് ഒരു മെട്രിക്സിന്റെ കോളം നമ്പർ അതിന്റെ റോ നമ്പറിനോട് ഈക്വൽ അല്ലാതെ വരുമ്പോഴാണ് അത് റെക്ടാങ്കുലർ മെട്രിക്സ് ആവുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ വരുന്നത് 2 റോ മാത്രമേ ഉള്ളൂ, അതേപോലെ തന്നെ 3 കോളംസും വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ 2 into 3 ആണ്. അതായത് 2 കോളംസും 2 റോസും 3 കോളംസും വരുന്ന ഒരു മെട്രിക്സ് ആണ് ഇത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. അതായത് ഒരിക്കലും അതിന്റെ റോസിനോട് അതിന്റെ കോളം നമ്പർ ഈക്വൽ അല്ലാതെ വരുമ്പോഴാണ് അതിനെ നമ്മൾ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് കോളംസ്. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഈ ഒരു സ്ക്വയർ മെട്രിക്സ് എപ്പോഴാണ് ആവുന്നത്, അതിന്റെ റോസിന്റെ നമ്പറും അതേപോലെ തന്നെ കോളംസിന്റെ നമ്പറും ഈക്വൽ ആവുന്ന അവസ്ഥ. അപ്പൊ നമുക്കൊരു മെട്രിക്സിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ m ഈസ് ഈക്വൽ ടു n അല്ലെ. m എന്ന് പറയുമ്പോൾ റോ നമ്പറും കോളം നമ്പറും ഈക്വൽ ആവുമ്പോഴാണ് അതൊരു സ്ക്വയർ മെട്രിക്സ് ആവുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂ. ഈ ഒരു മെട്രിക്സിൽ നമുക്ക് കാണാം 1 2 3 4 റോസ് ഉണ്ട്, അതേപോലെ തന്നെ 1 2 3 4 അല്ലെ 4 കോളംസും ഉണ്ട്. അപ്പൊ ഇതെന്താണ്, 4 into 4 ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതെന്തുകൊണ്ടാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കോളം നമ്പറും റോസ് നമ്പറും എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ, അടുത്തൊരു മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ സ്ക്വയർ മെട്രിക്സ്. അപ്പൊ ഡയഗണൽ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആവണം അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ കോളം നമ്പറും റോ നമ്പറും ഈക്വൽ ആവുന്ന ഒരു മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. അപ്പൊ ഈ ഒരു സ്ക്വയർ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സും എക്സെപ്റ്റ് ദി ഡയഗണൽ എലമെന്റ്സ് ആർ 0. അപ്പോൾ ഒരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആവുന്നത് എപ്പോഴാണ്, അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, അതിന്റെ എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം, എക്സെപ്റ്റ് ഏത്, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ള എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം അല്ലെ. എന്താണ് ഈ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മളൊരു ത്രികോണാകൃതിയിൽ മുകളിൽ നിന്ന് താഴോട്ട് ഒരു കോണാകൃതിയിൽ എന്താണ് വരുന്ന ഒരു സഞ്ചരിക്കുന്ന ഒരു ലംബരേഖ എന്നൊക്കെ നമ്മൾ പറയില്ല, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂ. അതായത് ഇവിടെ ഇതാണ്, അതായത് നോക്കൂ, ഇങ്ങനെ നമ്മൾ ഇപ്പൊ ഈ ഒരു മെട്രിക്സിന്റെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു വര വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന എല്ലാ എലമെന്റ്സും ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ എന്താണ്, 0 ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. അപ്പൊ നോക്കൂ, ഇവിടെ സ്ക്വയർ മെട്രിക്സ് A ഈസ് ഈക്വൽ ടു Aij ഈസ് എ ഡയഗണൽ മെട്രിക്സ് ഇഫ് Aij ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ I നോട്ട് ഈക്വൽ ടു j. ഇങ്ങനെ ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് അതിനെ നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കാം. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ നോക്കൂ, 1 എന്ന് പറയുമ്പോൾ ഒരു ഡയഗണൽ എലമെന്റ് ആണ് അല്ലെ. അതിന്
അതിനുശേഷം വരുന്നതൊക്കെ 0. അടുത്തതിൽ വരുന്ന ഡയഗണൽ എലമെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് അല്ലെ. അതായത് നമ്മൾ അടുത്ത ഡയഗണൽ എലമെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയായിരിക്കും? അതായത് രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെന്റ് ആണ് ഡയഗണൽ എലമെന്റ്. അതേപോലെ തന്നെ മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തിൽ വരുന്ന എലമെന്റ് എന്താണ്? ഒരു ഡയഗണൽ എലമെന്റ് ആണ്. അതേപോലെ തന്നെ നാലാമത്തെ റോയിലെ നാലാമത്തെ കോളത്തിൽ വരുന്ന എലമെന്റും ഡയഗണൽ എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ താഴോട്ട് ഒരു വര വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കോണാകൃതിയിൽ ഒരു വര വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതൊഴികെ ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ 0 ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു മെട്രിക്സ് ഡയഗണൽ ആവണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ ആണുള്ളത്. അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, അതേപോലെ തന്നെ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ള ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ 0 ആയിരിക്കണം. ഓക്കെ, അടുത്തത് നോക്കൂ. അടുത്തൊരു മെട്രിക്സ് ആണ് സ്കാലാർ മെട്രിക്സ്. സ്കാലാർ മെട്രിക്സ് Scalar matrix എന്ന് പറയുമ്പോൾ a diagonal matrix in which all the diagonal elements are the same. അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ് സ്കാലാർ മെട്രിക്സ് ആവണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം. പക്ഷെ അതിന്റെ ഡയഗണൽ എലമെന്റ് ഒക്കെ സെയിം ആയിരിക്കണം. ഇവിടെ നോക്കൂ ഒരു എക്സാമ്പിൾ. ഡയഗണൽ എലമെന്റ് -3, അതേപോലെ തന്നെ അടുത്ത റോയിൽ വരുന്ന എന്താണ്? അതും -3 അല്ലെ. ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിം ആയിട്ടുള്ള ഒരു ഡയഗണൽ മെട്രിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്കാലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, സ്കാലാർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ള എല്ലാ എലമെന്റ്സും 0 ആയിരിക്കും. സ്കാലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിമും ബാക്കിയുള്ളതൊക്കെ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇതിനെ നമ്മൾ യൂണിറ്റ് മെട്രിക്സ് എന്നും പറയുന്നു. അതായത് ഇവിടെ നോക്കൂ, സ്കാലാർ മെട്രിക്സ്, എ സ്കാലാർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദി ഡയഗണൽ എലമെന്റ്സ് ആർ 1. അപ്പൊ നമുക്ക് അറിയാം എന്താണ് സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിം ആവുന്നതാണ് എന്ത്? സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു സ്കാലാർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1 ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് വിളിക്കാം. ഇവിടെ നോക്കൂ, എക്സാമ്പിൾ ആയിട്ട് നോക്കൂ. നമുക്കറിയാം ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ബാക്കി വരുന്ന എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. സ്കാലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിം ആവണം അല്ലെ. പിന്നെ യൂണിറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്കാലാർ മെട്രിക്സ് ആവണം. സ്കാലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിം ആവുന്നത്. ആ എലമെന്റ്സ്, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1 ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയാം. നോക്കൂ ഇവിടെ, ഇത് ഒരു സ്കാലാർ മെട്രിക്സ് ആണ്. പറയാൻ കാരണം എന്താണ്? ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ സെയിം ആണ്. അതായത് 1 1 1 1 അല്ലെ. അതേപോലെ തന്നെ ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതിന് പറയാൻ കാരണം എന്താണ്? ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1 ആവുകയാണെങ്കിൽ, അപ്പോൾ സ്കാലാർ മെട്രിക്സ് ആവണം, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് 1 ആവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തു പറയാം? ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഐഡന്റിറ്റി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ I വെച്ചിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത നോക്കൂ, ട്രയാങ്കുലർ മെട്രിക്സ്. എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി ട്രയാങ്കുലർ if all of its elements above the main diagonals are 0. അതിനെ നമുക്ക് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും, or all the elements below the main diagonals are 0. അതിന് നമുക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും പറയാം. അതായത് ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് അല്ലെ. സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? അതിന്റെ കോളംസ് നമ്പറും റോസ് നമ്പറും ഈക്വൽ ആവുന്നതാണ് എന്ത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് ട്രയാങ്കുലർ എന്ന് പറയും എപ്പോ? ഇഫ് ഓൾ ഇറ്റ്സ് എലമെന്റ്സ് എബോവ് ദി മെയിൻ ഡയഗണൽസ് ആർ 0.
അപ്പൊ നമുക്ക് ഈ ട്രയാങ്കുലർ മെട്രിക്സിനെ രണ്ടായിട്ട് തരം തിരിക്കാം. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും. എപ്പോഴാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആവുക? അതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ എബോയിൽ വരുന്ന എലമെന്റ്സ് ഒക്കെ, ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിൽ വരുന്ന എലമെന്റ്സ് ഒക്കെ 0 ആവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വിളിക്കാം. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ്, അതായത് ഇവിടെ ഫസ്റ്റിലെ റോയില് 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയഗണൽ എലമെന്റ് ആണ്. അപ്പൊ അതിന് മുകളിലേക്കുള്ളതൊക്കെ എന്താണ്? 0 ആവണം. അപ്പൊ ഇവിടെ അതിന് മുകളിൽ അതിന് ശേഷം വരുന്നതൊക്കെ എന്തായി? നമ്മൾ 0 ആക്കി എഴുതി. ആൻഡ് നെക്സ്റ്റ് റോയിലെ ഡയഗണൽ എലമെന്റ്സ് നമ്മുടെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിൽ വരുന്നതാണ് ഡയഗണൽ എലമെന്റ്. അപ്പൊ നമ്മളിവിടെ അതിന് മുന്നേ വരുന്നത് എന്താ നമ്മൾ 0 ആക്കാൻ പാടില്ല. അതിന് മുകളിലേക്ക് വരുന്ന എലമെന്റ്സിനെ മാത്രമേ നമുക്ക് 0 ആക്കാൻ പാടുള്ളൂ, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിലാണ് നമ്മൾ എന്ത് ഡയഗണൽ എലമെന്റ് വരുന്നത്. അതിന് മുന്നിൽ വരുന്ന സംഖ്യയെ നമുക്ക് 0 ആക്കാൻ പാടില്ല. അതിന് ശേഷം വരുന്ന എലമെന്റ്സിനെയാണ് നമുക്ക് 0 ആക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത റോയിലെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? തേർഡ് റോയിലെ മൂന്നാമത്തെ എലമെന്റ് ആണ്, മൂന്നാമത്തെ കോളത്തിലെ എലമെന്റ് ആണ്, അല്ലെ? അപ്പൊ അതിന് ശേഷം വരുന്ന എലമെന്റിനെ 0 ആക്കണം. ബാക്കിയുള്ളതൊക്കെ എന്താണ്? വേറെ ഏതെങ്കിലും ഒരു എലമെന്റ്, 0 അല്ലാത്ത മറ്റേതെങ്കിലും എലമെന്റ്, അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്താക്കി? 0 എന്ന് എഴുതി. ആൻഡ് ലാസ്റ്റ് ഫോർത്ത് റോയിലെ ഫോർത്ത് കോളത്തിലെ എലമെന്റ് ആണ് അടുത്ത ഒരു ഡയഗണൽ എലമെന്റ്, അല്ലെ? അതിനുശേഷം പിന്നെ എന്ത് വരുന്നില്ല? എലമെന്റ്സ് വരുന്നില്ല. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നോക്കൂ, ഇത്രയും ഭാഗങ്ങളാണ് ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിൽ വരുന്നത്. അപ്പോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അത് എപ്പോഴാണ് ഒരു ട്രയാങ്കുലർ ആവുന്നത്? അതിന്റെ മെയിൻ ഡയഗണൽസിന്റെ മുകളിലായിട്ട് വരുന്ന എബോ ആയിട്ട് വരുന്ന എലമെന്റ്സുകളൊക്കെ 0 ആവുകയും അതിന് നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഇനി അതേപോലെ തന്നെ അടുത്തതാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അതെങ്ങനെയായിരിക്കും? ഓൾ ദി എലമെന്റ്സ് ബിലോ ദി മെയിൻ ഡയഗണൽസ്, അല്ലെ? മെയിൻ ഡയഗണൽസിന്റെ താഴേക്ക് വരുന്ന അതിന്റെ താഴെയായിട്ട് വരുന്ന എലമെന്റ്സുകളൊക്കെ 0 ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വിളിക്കാം. നോക്കൂ, ഇവിടെ ഇതില് ഈ ഒരു എക്സാമ്പിളില് 1 ആണ് നമ്മുടെ മെയിൻ എലമെന്റ്. ഫസ്റ്റിലെ മെയിൻ ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്, അല്ലെ? അപ്പൊ അതിന് പിന്നിലേക്ക് വരുന്ന അതിന് താഴേക്ക് വരുന്ന സംഖ്യകൾ വന്നിട്ടില്ല, അല്ലെ? അപ്പൊ അതിന് മുകളിലേക്ക് വരുന്ന സംഖ്യകൾ നമ്മൾ 0 ആക്കാൻ പാടില്ല. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അപ്പർ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് അതിന് ഒരു മെയിൻ ഡയഗണൽ എലമെന്റിന്റെ താഴേക്ക് വരുന്ന എലമെന്റ്സിനെ ഒക്കെ 0 ആക്കാനാണ് പറയുന്നത്, അല്ലെ? അപ്പൊ 1 എന്ന് എഴുതി. അതിനുശേഷം വരുന്ന എലമെന്റ്സുകളൊന്നും 0 ആക്കാൻ പാടില്ല. ആ നെക്സ്റ്റത്തെ മെയിൻ ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം ആണ്, അല്ലെ? ഇങ്ങനെയല്ലേ ഡയഗണൽ എലമെന്റ്സ് വരുന്നത്? ഈ ഒരു വരയിലൂടെ കടന്നു പോകുന്ന എലമെന്റ്സ് ആണല്ലോ, അതായത് ത്രികോണാകൃതിയിലേക്ക് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്ന എലമെന്റ്സുകളാണ് എന്ത്? ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ അതായത് സെക്കൻഡ് റോയിലെ രണ്ടാമത്തെ കോളത്തിലെ എലമെന്റ് ആണ് മെയിൻ ഡയഗണൽ എലമെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന് പിന്നിൽ വരുന്ന അതിന്റെ താഴേക്ക് വരുന്ന എലമെന്റ്സിനെ നമ്മൾ 0 ആക്കണം. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ കോളം, അതാണ് നമ്മുടെ മെയിൻ ഡയഗണൽ എലമെന്റ്. അതിന്റെ താഴേക്ക് വരുന്ന എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം, അല്ലെ? ഈ ഭാഗത്തിലുള്ള എലമെന്റ്സിനെ ഒക്കെ നമുക്ക് 0 ആക്കണം. അതേപോലെ തന്നെ ലാസ്റ്റ് വൺ നോക്കൂ. നാലാമത്തെ റോയിലെ നാലാമത്തെ കോളത്തിൽ വരുന്നതാണ് മെയിൻ ഡയഗണൽ എലമെന്റ്. അതിന് താഴേക്ക് വരുന്ന എലമെന്റ്സിനെ ഒക്കെ നമ്മൾ 0 ആക്കണം. അപ്പൊ ഇവിടെ ട്രയാങ്കുലർ മെട്രിക്സിലെ 2 ഭാഗങ്ങളാക്കി തരംതിരിക്കാം. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും ആൻഡ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിലേക്ക് വരുന്ന എലമെന്റ്സുകളെയൊക്കെ 0 ആവണം. ആൻഡ് അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ താഴേക്ക് വരുന്ന എലമെന്റ്സുകളൊക്കെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ആ എക്സാമ്പിൾ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ട്രയാങ്കുലർ ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്.
അപ്പൊ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആവണം. രണ്ട് കണ്ടീഷൻ ആണുള്ളത്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആവണം. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഡയഗണൽസിന്റെ മുകളിലേക്ക് വരുന്ന എലമെന്റ്സുകളൊക്കെ 0 ആവണം. അപ്പർ ട്രയാങ്കുലർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു മെട്രിക്സിന്റെ സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ താഴേക്ക് വരുന്ന എലമെന്റ്സുകളൊക്കെ 0 ആയിരിക്കണം. അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. അടുത്തൊരു ടൈപ്പാണ് നൾ ഓർ സീറോ മെട്രിക്സ്. അതായത് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദി എലമെന്റ്സ് ആർ 0. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സും 0 ആവുകയാണെങ്കിൽ അപ്പൊ നൾ ഓർ സീറോ മെട്രിക്സിന് കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് എന്താണെന്നറിയാം. റോസും കോളംസും ഈക്വൽ ആവുന്ന മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. അതിന്റെ എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള മെട്രിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? നൾ ഓർ സീറോ മെട്രിക്സ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ അടുത്ത് നോക്കൂ, സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് എ സ്ക്വയർ മെട്രിക്സ് A is equal to Aij is a symmetric matrix if Aij is equal to Aji for all I and j. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കൂ, ഇവിടെ കോളംസും അല്ലെ റോസും 3 കോളംസും 3 റോസും അടങ്ങിയിട്ടുള്ള ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാണ്. ട്രാൻസ്പോസിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതായത് ഈ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ റോസിനെ ഒക്കെ നമ്മൾ കോളംസ് ആക്കിയിട്ട് എഴുതുക. അതേപോലെ തന്നെ കോളംസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? റോസ് ആക്കിയിട്ട് എഴുതുക. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു മെട്രിക്സിന്റെ കോളംസിനെ റോസ് ആക്കിയിട്ടും റോസിനെ കോളം ആക്കിയിട്ടും മാറ്റി എഴുതുമ്പോൾ അത് ആ ഒരു സെയിം മെട്രിക്സ് തന്നെ ആയിട്ട് നമുക്ക് കിട്ടണം. ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. നമ്മുടെ കോളം 1 3 5 അല്ലെ, ഈ ഒരു റോനെ നമ്മൾ കോളംസ് ആക്കിയിട്ട് എഴുതുകയാണ്. അതായത് ഈ ഒരു റോനെ നമ്മൾ കോളം ആക്കിയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 1 3 5 അല്ലെ. അതേപോലെ തന്നെ 3 2 -1 അതിനെ നമ്മൾ കോൾ ആക്കിയിട്ട് എഴുതുമ്പോൾ 3 2 -1. അതേപോലെ തന്നെ 5 -1 5 -1 അങ്ങനെ ആക്കിയിട്ട് എഴുതുമ്പോൾ 5 -1 -1 അല്ലെ. അതായത് നമുക്ക് കിട്ടിയത് എന്താണ്? സെയിം തന്നിട്ടുള്ള സെയിം മെട്രിക്സ് തന്നെ നമുക്ക് തിരിച്ചും കിട്ടി അല്ലെ. അതായത് തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ തിരിച്ച് അതിന്റെ കോളംസിനെ റോ ആക്കുകയോ അല്ലെങ്കിൽ റോസിനെ കോളം ആക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതേ മെട്രിക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിനോട് നമ്മൾ ട്രാൻസ്പോസ് ചെയ്ത മെട്രിക്സ് ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, സബ് മെട്രിക്സ്. സബ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് by deleting some rows or columns or both of a given matrix is called submatrix of given matrix. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു മെട്രിക്സ്, ഇപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു മെട്രിക്സ് എന്ന് വിചാരിക്കുക. ഇതിലെ ചില റോസും ചില കോളംസും ഞാൻ മാറ്റുകയാണ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോ ഇതിൽ നിന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും അത്. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് കോളംസ് ഞാൻ മാറ്റി എഴുതുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട് 1 3 5 3 2 -1 ഈ രണ്ട് കോളംസ്, ഇതാണ് ഇതിന്റെ എലമെന്റ്സ്. രണ്ട് കോളംസിലുമുള്ള ഈ എലമെന്റ്സ് ഞാൻ എന്ത് ചെയ്യാണ്? ഡിലീറ്റ് ചെയ്യാണ്, മാറ്റുകയാണ്. ഈ ഒരു മെട്രിക്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ മാറ്റുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒരു മെട്രിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സബ് മെട്രിക്സ് എന്ന് വിളിക്കാം. അതായത് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിന്റെ സബ് മെട്രിക്സ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. അപ്പൊ സബ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു കോളമോ അല്ലെങ്കിൽ റോയോ അല്ലെങ്കിൽ രണ്ടും നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മാറ്റിയ ഭാഗത്തിനെ നമ്മൾ തന്നിട്ടുള്ള മെട്രിക്സിന്റെ സബ്സെറ്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കുക, മെട്രിക്സ് ഓൾജിബ്ര. ഈ മെട്രിക്സ് ഓൾജിബ്രയിൽ വരുന്നത് ഈ മെട്രിക്സിന്റെ ഓപ്പറേഷൻ ആണ്. അപ്പൊ നമുക്കിവിടെ മെട്രിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്? ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്.
അതിനുശേഷം നമ്മൾ അതിന്റെ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള കുറച്ച് ഓപ്പറേഷൻസും കൂടെ പരിചയപ്പെടും. അപ്പൊ ഇവിടെ നോക്കൂ, ഫസ്റ്റ് വൺ ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. നോക്കൂ ഇവിടെ, ടു മെട്രിസസ് ആർ ഈക്വൽ ഫോളോവിങ് ത്രീ കണ്ടീഷൻസ്. അതായത് ഇവിടെ ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ രണ്ട് മെട്രിക്സ് അതിന്റെ സമത്വം അതെങ്ങനെയാണ് ഈക്വൽ ആവുന്നത്? അതായത് രണ്ട് മെട്രിസസ് ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ അതിന് 3 കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണ് എന്ന്. അപ്പൊ ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ആണ് ഈച്ച് മെട്രിക്സ് ഹാസ് ദി സെയിം നമ്പർ ഓഫ് റോസ്. ഇപ്പൊ നമുക്ക് രണ്ട് മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ അതിന്റെ നമ്പർ ഓഫ് റോസ് സെയിം ആയിരിക്കണം. രണ്ട് മെട്രിക്സിന്റെയും നമ്പർ ഓഫ് റോസ് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഈച്ച് മെട്രിക്സ് ഹാസ് ദി സെയിം നമ്പർ ഓഫ് കോളംസ്. അല്ലെ? അതായത് നമുക്ക് തന്നിട്ടുള്ള രണ്ട് മെട്രിക്സിന്റെയും കോളംസിന്റെ നമ്പറും ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, കറസ്പോണ്ടിങ് എലമെന്റ്സ് വിത്തിൻ ഈച്ച് മെട്രിക്സ് ആർ ഈക്വൽ. അപ്പോൾ തന്നിട്ടുള്ള മെട്രിക്സിന്റെ എലമെന്റ്സ് അതും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ എ മെട്രിക്സിൽ 2x y3 അങ്ങനെ ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്. ബി മെട്രിക്സ് ഓഫ് ബി എങ്ങനെയാണ്? 2 3 4 3 അങ്ങനെ എലമെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയണം ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയാ? ആദ്യം നോക്കുക ഇതിന്റെ കോളംസും റോസും ഈക്വൽ ആണോ എന്ന് നോക്കുക, അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, ഇതിന്റെ രണ്ട് കോളംസും രണ്ട് റോസും ആണ് ഇതിനുള്ളത്. നമുക്ക് ബി മെട്രിക്സിലും രണ്ട് കോളംസും രണ്ട് റോസും ആണ് ഉള്ളത്. ഇനി അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണോ എന്ന് നോക്കണം. അങ്ങനെ അത് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ മെട്രിക്സ് എയിലെ എക്സിന്റെ സ്ഥാനത്ത്, അതായത് ഇഫ് എ ഈസ് ഈക്വൽ ടു ബി, എ ബിക്ക് തുല്യമാവണമെങ്കിൽ എന്ത് വേണം? എക്സ് ഈസ് ഈക്വൽ ടു 3 ആവണം ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 4 ആവണം, അല്ലെ? അതായത് എ മെട്രിക്സിന്റെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് ബി മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റിനോട് തുല്യമാവണം, അല്ലെ? അതായത് ഇവിടെ 3 ആണ്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഈ 3ക്ക് ഈക്വൽ ആയിരിക്കണം. അതേപോലെ തന്നെ വൈ എന്തിന് ഈക്വൽ ആയിരിക്കണം? നമ്മുടെ 4നോട് ഈക്വൽ ആയിരിക്കണം, അല്ലെ? അതായത് y ഈസ് ഈക്വൽ ടു 4, അല്ലെ? അപ്പൊ ഇവിടെ എയും ബിയും ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ ഇവിടുത്തെ എക്സ് ഈസ് ഈക്വൽ ടു 3 ആയിരിക്കണം, വൈ ഈസ് ഈക്വൽ ടു 4 ആയിരിക്കണം, അല്ലെ? അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 3 എന്ന് കൊടുക്കുകയും വൈന്റെ സ്ഥാനത്ത് നമ്മൾ 4 എന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്? എയും ബിയും ഈക്വൽ ആണ്. കാരണം എന്താണ്? എന്റെ റോയും കോളംസും ബിന്റെ റോയിനോടും കോളംസിനോടും ഈക്വൽ ആണ്. അതേപോലെ തന്നെ എയിലുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ ബിയിലുള്ള കറസ്പോണ്ടിങ് എലമെന്റ്സിന്റെ അതേപോലെയുള്ള എലമെന്റ്സ് തന്നെയാണ് എയിലുള്ളതും. ഓക്കെ, ഇനി അടുത്തൊരു സപ്പോസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് C is equal to RST XYZ ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നമുക്ക് ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള 3 കണ്ടീഷൻ എഗെയിൻസ്റ്റ് ആണത്. കാരണം എന്താണ്? ഇത് ഒരിക്കലും എക്കും ബിക്കും ഈക്വൽ ആവില്ല. കാരണം എന്താണ്? ഇവിടെ 3 കോളംസും 2 റോസും ആണ് ഉള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിൽ 2 കോളംസും 2 റോസും ആണ് ഉള്ളത്. പക്ഷെ ഈ സി മെട്രിക്സിൽ 3 കോളംസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്തിന് ഈക്വൽ അല്ല? എക്കും ബിക്കും ഈക്വൽ അല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സിൽ പറയുന്നത്. 3 കണ്ടീഷൻ ആണ്. ഒന്ന്, ഈച്ച് മെട്രിക്സ് ഹാസ് ദി സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് ഈച്ച് മെട്രിക്സ് ഹാസ് ദി സെയിം നമ്പർ ഓഫ് കോളംസ്. കറസ്പോണ്ടിങ് എലമെന്റ്സ് വിത്തിൻ ഈച്ച് മെട്രിക്സ് ആർ ഈക്വൽ. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ രണ്ട് മെട്രിക്സസും ഈക്വൽ ആണ്, അല്ലെങ്കിൽ അത് ഈക്വാലിറ്റി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അടുത്തൊരു ഭാഗം നോക്കുക. മെട്രിക്സ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നോക്കൂ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് 2 മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകളുടെ അഡീഷനും സബ്ട്രാക്ഷനും, അല്ലെ? അതായത് അതിന്റെ ഡിഫറൻസ് കാണാനും അതിന്റെ സമ്മ് കാണുന്നതും എങ്ങനെയാണ് എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ 2 മെട്രിക്സസ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാനും അതേപോലെ തന്നെ ആഡ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്.
അപ്പോൾ മെയിൻ ആയിട്ടും നമ്മൾ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കൂട്ടാനും കുറക്കാനും പറ്റുള്ളൂ. നോക്കൂ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ, matrices can be added or subtracted if and only if they are of the same order, അല്ലേ? അതായത് രണ്ട് മെട്രിസസ് തമ്മിൽ അതിൻ്റെ അഡീഷൻ ചെയ്യുമ്പോഴും അത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ആ രണ്ട് മെട്രിസസും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആവുക എന്ന് പറയുമ്പോൾ സെയിം ഓർഡറിലായിരിക്കണം, അല്ലെ? അതായത് സെയിം ഓർഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ കോളംസിൻ്റെ രണ്ട് മെട്രിസസിന്റെ കോളംസും അതേപോലെ തന്നെ അതിൻ്റെ റോസും തമ്മിൽ ഈക്വൽ ആവണം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ, ദി സം ഓർ ഡിഫറൻസസ് ഓഫ് ടു m into n matrices is another m into n matrices whose elements are the sum or differences of the corresponding elements of the given matrices. അല്ലേ? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മെട്രിസസ് തമ്മിൽ, അതായത് രണ്ട് സെയിം ഓർഡറുകളുള്ള രണ്ട് മെട്രിസസ് തമ്മിൽ അതിൻ്റെ സമ്മ് കാണാനോ ഡിഫറൻസ് കാണുകയോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വേറൊരു മെട്രിക്സ് കിട്ടും, അല്ലേ? രണ്ട് ഇപ്പോൾ എ ആൻഡ് ബി എന്നുള്ള രണ്ട് മെട്രിക്സിൻ്റെ സമ്മോ അല്ലെങ്കിൽ ഡിഫറൻസോ നമുക്ക് കാണണമെങ്കിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വേറൊരു മെട്രിക്സ് കിട്ടും. ഈ മെട്രിക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും, അതായത് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിന്റെ സമ്മിനും ഡിഫറൻസിനും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ നമുക്ക് എന്ത് കിട്ടുന്നു, മറ്റൊരു മെട്രിക്സ് കിട്ടുന്നു. അങ്ങനെ കിട്ടുന്ന മെട്രിക്സിലെ എലമെന്റ്സ് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിലെ എലമെന്റ്സിന്റെ സമ്മിനും അല്ലെങ്കിൽ അതിന്റെ സമ്മോ അല്ലെങ്കിൽ ഡിഫറൻസോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ അടുത്തത് നോക്കേണ്ടത്, രണ്ട് മെട്രിക്സിന്റെ സമ്മും ഡിഫറൻസസും നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, മറ്റൊരു മെട്രിക്സ് കിട്ടുന്നു. ഈ മെട്രിക്സിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിന്റെ എലമെന്റ്സിന്റെ സമ്മോ ഡിഫറൻസസോ ആയിരിക്കും, അല്ലെ? അത് നമുക്ക് നമ്മൾ കുറച്ച് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താണ്, നമ്മളൊരു രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കൂട്ടി അതിന്റെ സമ്മ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെട്രിക്സിന്റെയും എലമെന്റ്സിന്റെ സമ്മായിരിക്കുമല്ലോ അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫോർ ടു മെട്രിസസ് എ ഈസ് ഈക്വൽ ടു aij m into n ആൻഡ് ബി ഈസ് ഈക്വൽ ടു bij m into n, അല്ലെ? അതായത് എ മെട്രിക്സും ബി മെട്രിക്സും തന്നിട്ടുണ്ട്, സെയിം ഓർഡറിലുള്ള എ മെട്രിക്സും ബി മെട്രിക്സും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എ പ്ലസ് ഓർ മൈനസ് ബി, അല്ലെങ്കിൽ നമ്മൾ എയും ബിയും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മറ്റൊരു മെട്രിക്സ് സി എന്ന മെട്രിക്സ് കിട്ടുന്നു. ഈ സി വേർഡ് സി ഈസ് ഈക്വൽ ടു Cij m into n ആൻഡ് Cij ഈസ് ഈക്വൽ ടു aij പ്ലസ് ഓർ മൈനസ് bij ഫോർ ഓൾ i ആൻഡ് j, അല്ലെ? അതായത് സി എന്ന് കിട്ടുന്ന മെട്രിക്സിലെ അതിന്റെ എലമെന്റ്സ്, അല്ലെ, അതിന്റെ എലമെന്റ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും, അതായത് നമ്മുടെ എന്റെ എലമെന്റ്സിന്റെയും അല്ലെങ്കിൽ ബിന്റെ എലമെന്റ്സുകളും തമ്മിൽ കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ കുറക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ സമ്മിനും എന്റെയും ബിന്റെയും എലമെന്റ്സിന്റെ സമ്മിനും ഡിഫറൻസസിനും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കൂട്ടുമ്പോഴും കുറക്കുമ്പോഴുള്ള രണ്ട് എക്സാമ്പിൾസ് നോക്കാം, അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും ലെസ് ചെയ്യുമ്പോഴും നോക്കേണ്ടത്, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും നോക്കേണ്ടത് എന്താണ്, ഇവ തമ്മിലുള്ള ഓർഡർ സെയിം ആണോ എന്ന് നോക്കണം, അല്ലെ? അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ഈ എ ആൻഡ് ബി ഇങ്ങനെ രണ്ട് മെട്രിക്സുകൾ നമ്മൾ തന്നിട്ടുണ്ട്. അതിലെ എന്റെയും ബിന്റെയും ഓർഡർ സെയിം ആണ്, അതായത് 2 into 3 ആണ്, അല്ലെ? 2 into 3, അതായത് രണ്ട് റോസും 3 കോളംസും, അല്ലെ? അതായത് 2 റോയും 3 കോളംസും, അല്ലെ? ഇവിടെയും അങ്ങനെ തന്നെയാണ്. ബി എന്ന മെട്രിക്സിലും എങ്ങനെയാണ്, 2 into 3 ആണ്, 2 റോയും 3 കോളംസും ആണ്. അപ്പൊ നമുക്ക് പറയാം എന്ത്, ഇതിന്റെ ഓർഡർ ഈക്വൽ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യാം, അല്ലെ? എ പ്ലസ് ബി, അല്ലെ? അതായത് എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും തമ്മിൽ ആഡ് ചെയ്യണം. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, നോക്കൂ, ഇവിടെ 0 + 7 2 + 3 3 + 5, അല്ലെ? അതേപോലെ തന്നെ 2 + 5 2 + 5, അതേപോലെ തന്നെ 1 + -1 1 + -1 4 + -3 4 + -3, അല്ലെ?
അപ്പൊ നമുക്ക് ഇതിങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക. രണ്ട് മെട്രിക്സുകളെ എലമെന്റ്സ് തമ്മിൽ ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക. ഇനി അതിന്റെ റിസൾട്ട് എന്തൊക്കെയായിരിക്കും? 0 + 7 എന്താണ്? 7 തന്നെ അല്ലെ. അതേപോലെ തന്നെ 2 + 3 5 കിട്ടും. 3 + 5 നമുക്ക് 8 കിട്ടും. അതുപോലെ തന്നെ 2 + 5 നമുക്ക് 7 കിട്ടും. 1 + -1 അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും അല്ലെ. ഒന്നിനോട് -1 കൂട്ടുമ്പോൾ നമുക്കത് 0 കിട്ടും അല്ലെ. അതേപോലെ തന്നെ 4 + -3 അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു മെട്രിക്സ്. അപ്പൊ ഓക്കെ, അപ്പൊ ഈ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന് ഈക്വൽ ആണ്? ഈ രണ്ട് മെട്രിക്സിന്റെയും സമ്മിന് ഈക്വൽ ആണ് എന്ത്? ഈ നമുക്ക് കിട്ടിയ മറ്റൊരു മെട്രിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് മറ്റൊരു മെട്രിക്സ് കിട്ടുന്നു. അതിനെ നമുക്ക് സി എന്ന് വിളിക്കാം. ഈ സിയിലുള്ള എലമെന്റ്സ് എയുടെയും ബിന്റെയും എലമെന്റ്സിന്റെ സമ്മിന് ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കൂ. ഇതിന് നമ്മൾ അതിന്റെ ഡിഫറൻസ് കാണുമ്പോൾ എ മൈനസ് ബി കാണുമ്പോൾ അല്ലെ, ഈ രണ്ട് മെട്രിക്സിന്റെയും എ മൈനസ് ബി കാണുമ്പോൾ, അതായത് 0 2 3 2 1 4 മറ്റേതിൽ 7 3 5 5 -1 -3 നമ്മൾ എങ്ങനെ ലെസ് ചെയ്യുന്നത്? 0യിൽ നിന്ന് 0 - 7 അല്ലെ, 0 - 7 ആൻഡ് 2 - 3 2 - 3 അല്ലെ. അതേപോലെ തന്നെ 3 - 5 3 - 5. നെക്സ്റ്റ് വൺ 2 - 5 അല്ലെ, 2 - 5. നെക്സ്റ്റ് 1 - -1. നെക്സ്റ്റ് 4 - -3. ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്താ നോക്കുക. 0യിൽ നിന്ന് 7 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -7 കിട്ടും. അതേപോലെ തന്നെ 2ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് -1 കിട്ടും. അതേപോലെ തന്നെ 3ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ നമുക്ക് -2 കിട്ടുന്നു. ആൻഡ് 2ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ നമുക്ക് -3 കിട്ടുന്നു. 1 - -1 അപ്പൊ നമുക്ക് അത് എന്തായി മാറും? പ്ലസ് ആയി മാറും. അത് 2 ആവും അല്ലെ. അതേപോലെ തന്നെ 4 - -3 അല്ലെ, പ്ലസും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? അത് പ്ലസും എന്തായി, സോറി, മൈനസും എന്തായി മാറും? പ്ലസ് ആയി മാറും അല്ലെ. അപ്പൊ 4 - -3 എന്തായി മാറും? 7 ആയി മാറും അല്ലെ. അപ്പൊ ഇതാണ് എന്ത്? ഇതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് കിട്ടി. അപ്പൊ നമുക്ക് പറയാം എന്ത്? സി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിഫറൻസ്, അതായത് എയുടെയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സി എന്ന മെട്രിക്സിൽ കാണിക്കുന്നത് എന്ന്. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ അഡീഷനും അതിന്റെ സബ്ട്രാക്ഷനും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഭാഗത്ത് വരുന്ന മറ്റൊരു പാർട്ടാണ് നെഗേഷൻ ഓഫ് എ മെട്രിക്സ്. മെട്രിക്സിന്റെ നെഗേഷൻ. ഇപ്പൊ നെഗേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെ, -a എന്നുള്ള രീതിയിലാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നെഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ റീപ്ലേസിംഗ് ദി ഓൾ എലമെന്റ്സ് ഓഫ് എ ബൈ ദെയർ നെഗേഷൻ. അതായത് ഇപ്പൊ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എലമെന്റ്സിന്റെ വിപരീത ചിഹ്നത്തിലേക്ക് മാറ്റി എഴുതുക, അതിന്റെ നെഗേഷൻ മാറ്റി കൊടുക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എ എന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു, ഇതിന്റെ എലമെന്റ്സ് നോക്കൂ, 1 3 5 5 -1 -1. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ നെഗേഷൻ ഓഫ് എ എങ്ങനെ എന്താ ചെയ്യാ നോക്കൂ. ഇവിടെ ദെൻ നെഗേഷൻ ഓഫ് എ എങ്ങനെയായിരിക്കും? നെഗേഷൻ എ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുന്നത് നോക്കൂ. +1 എന്നുള്ളതിനെ നമ്മൾ അതിന്റെ വിപരീത ചിഹ്നത്തിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ അത് എന്തായി മാറും? -1 ആയി മാറും അല്ലെ. അതേപോലെ തന്നെ +3നെ നമ്മൾ എന്താക്കി മാറ്റും? -3 ആക്കി മാറ്റുന്നു. 5നെ നമ്മൾ എന്താക്കി മാറ്റുന്നു? -5 ആക്കി മാറ്റുന്നു. +5നെ നമ്മൾ -5 ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ -1നെ നമ്മൾ +1 ആക്കി മാറ്റുന്നു. ആൻഡ് -1നെ നമ്മൾ +1 ആക്കി മാറ്റുന്നു അല്ലെ. അപ്പൊ ഇതാണ് നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? ഇതിന്റെ നെഗേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? -a എന്നുള്ള രീതിയിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ചിഹ്നം മാറ്റിയിട്ട് അതിനെ വേറെ വിപരീത ചിഹ്നത്തിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. നെഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റീപ്ലേസിംഗ് ദി ഓൾ ദി എലമെന്റ്സ് ഓഫ് എ മെട്രിക്സ് ബൈ ദെയർ നെഗേഷൻ അല്ലെ. അതിന്റെ വിപരീത ചിഹ്നത്തിലേക്ക് മാറ്റി എഴുതുക അതിന്റെ എല്ലാ എലമെന്റ്സിനെയും. അതിനെയാണ് നെഗേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അടുത്തൊരു ഭാഗം നോക്കൂ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ബൈ എ സ്കാലാർ ക്വാണ്ടിറ്റി അല്ലെ. നമുക്ക് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ ഗുണനം അല്ലെ. അപ്പൊ നമ്മൾ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ക്വാണ്ടിറ്റി അല്ലെ, അതായത് ഒരു എന്താണ് എല്ലാ
ഒരു ടൈപ്പ് ഓഫ് അത് എന്താ ഒരെങ്കിലും അളവായിരിക്കാം അല്ലെങ്കിൽ ഒരു സംഖ്യ ആയിരിക്കാം അങ്ങനെ. അപ്പൊ അതാണ് സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നോക്കൂ ഇവിടെ, ഇഫ് എ മെട്രിക്സ് മൾട്ടിപ്ലൈഡ് ബൈ എ സ്കാലാർ ക്വാണ്ടിറ്റി ദെൻ ഓൾ ദി എലമെന്റ്സ് ആർ മൾട്ടിപ്ലൈഡ് ദാറ്റ് ക്വാണ്ടിറ്റി. അല്ലെ, അതായത് നമ്മളിപ്പോ ഒരു മെട്രിക്സിനെ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആ ഒരു ക്വാണ്ടിറ്റിയെ ആ മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇവിടെ ഇഫ് എ മെട്രിക്സ് A is equal to Aij m into n is multiplied by some scalar quantity. സ്കാലാർ ക്വാണ്ടിറ്റിനെ നമ്മൾ എന്താണ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എങ്ങനെ കിട്ടും? അതായത് സ്കാലാർ ക്വാണ്ടിറ്റി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു സ്കാലാർ ക്വാണ്ടിറ്റി ഇൻറ്റു Aij into m into n is equal to scalar quantity of Aij into m into n. അതായത് എന്താ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടായിരിക്കും. ആ മെട്രിക്സിനെ നമുക്കൊരു സ്കാലാർ ക്വാണ്ടിറ്റിയുമായിട്ട് ഇൻഡു ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ആ സ്കാലാർ ക്വാണ്ടിറ്റിയുമായിട്ട് ഇൻഡു ചെയ്യണം. എങ്ങനെയാണ് നോക്കൂ. ഇവിടെ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് സ്കാലാർ ക്വാണ്ടിറ്റി 3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ക്വാണ്ടിറ്റി, ഒരു അളവ് നമുക്ക് തന്നത് 3 ആണ്. അപ്പൊ ആ 3 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു എയിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ദെൻ 3a, അല്ലെ? ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 into a. അങ്ങനെ പറയുമ്പോൾ എന്താണ്? എ എന്ന മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? 3 എന്ന സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു 3 into ഈ 3 into a എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 3 into 7, 3 into 3, 3 into 5, 3 into 5, 3 into -1, 3 into -1. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 3 into 7 ചെയ്യുമ്പോൾ 21 കിട്ടുന്നു. 3 into 3 ചെയ്യുമ്പോൾ 9 കിട്ടുന്നു. 3 into 5 ചെയ്യുമ്പോൾ 15 കിട്ടുന്നു. 3 into 5 ചെയ്യുമ്പോൾ 15 കിട്ടുന്നു. 3 into -1 ചെയ്യുമ്പോൾ -3 കിട്ടുന്നു. 3 into -1 ചെയ്യുമ്പോൾ -3 കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിനെ ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സ്കാലാർ ക്വാണ്ടിറ്റിയെ ആ തന്നിരിക്കുന്ന മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അടുത്തൊരു ഭാഗമാണ് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ഓഫ് മെട്രിസസ്. അപ്പോൾ അഡീഷൻ ഓഫ് മെട്രിസസിന്റെ, ഒരു മെട്രിസസിന്റെ അഡീഷന് ഉള്ള കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണ് അഡീഷൻ ഓഫ് മെട്രിസസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അല്ലെ, അഡീഷൻ ഓഫ് മെട്രിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു കമ്മ്യൂട്ടേറ്റീവ് ആണ്, അല്ലെ? അതായത് അഡീഷൻ ഓഫ് മെട്രിസസ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അതായത് ഇഫ് എ ആൻഡ് ബി ആർ ടു മെട്രിസസ് ഓഫ് ദി സെയിം ഓർഡർ then a plus b plus c is equal to a plus b plus c. അല്ലേ? അതായത് ഇവിടെ നമ്മൾ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, സെയിം ഓർഡറിലുള്ള രണ്ടോ അതിലധികമോ മെട്രിക്സസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഓർഡർ മാറ്റിയാലും അത് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതെങ്ങനെ ഓർഡർ മാറ്റുക എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എയും ബിയും, എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? വേറൊരു മെട്രിക്സ് കിട്ടുന്നു, അല്ലെ? എയുടെയും ബിന്റെയും സമ്മായിട്ടുള്ള വേറൊരു മെട്രിക്സ് കിട്ടുന്നു. അത് നമ്മളിപ്പോ എ പ്ലസ് ബി ചെയ്താലും ബി പ്ലസ് എ ചെയ്താലും സെയിം കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത്ര ഇതിൽ പറയുന്നുള്ളൂ. അതായത് ഇവിടെ നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി ചെയ്താലും എ പ്ലസ് ബി പ്ലസ് സി ചെയ്താലും നമുക്ക് എന്താണ്? സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്, അല്ലെ? അതായത് ബി പ്ലസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സമ്മിന്റെ കൂടെ നമ്മൾ വേറൊരു എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് ആഡ് ചെയ്താലും, അല്ലെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുള്ള സമ്മിന്റെ കൂടെ മറ്റൊരു മെട്രിക്സ് ആയ സി ആഡ് ചെയ്താലും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സി ഒഴിവാക്കിയാൽ നമുക്ക് സിമ്പിൾ ആക്കാം ഒന്നും കൂടെ. എ പ്ലസ് ബി എന്ന എയും ബിയും കൂട്ടുമ്പോഴും അത് തിരിച്ചിട്ടാലും ബിയും എയും കൂട്ടുമ്പോഴും സെയിം ആണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് നോക്കൂ, ഇവിടെ എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും സി എന്ന മെട്രിക്സും തന്നിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ എ പ്ലസ് ബി, എയും ബിയും നമ്മൾ കൂട്ടുകയാണ്, അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കും? 1 + 5, 3 + 1, 5 + 3, 5 + 6,
-1 + -1 -1 + 2 അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 4 8 11 -2 1 അല്ലേ? ഇതിന്റെ സമ്മ് നമുക്ക് കിട്ടും അല്ലേ? ഈ ഒരു ഭാഗം നമുക്ക് കിട്ടും അല്ലേ? a + b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടും. ഇനി നമ്മൾ b + a എന്ന് പറഞ്ഞ് ചെയ്താലോ? അതായത് b + a എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 5 + 1 അല്ലേ? അതായത് സെയിം കാര്യങ്ങൾ തന്നെയാണ്. 5 + 1 അതേപോലെ തന്നെ 1 + 3 3 + 5 അതേപോലെ തന്നെ 6 + 5 ഇങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം തന്നെയാണ് അല്ലേ? അതായത് ഇവിടെ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് 2 + 1 ഉം 1 + 2 ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 3 എന്ന ആൻസർ തന്നെയല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ സിയും കൂടെ വരുമ്പോൾ, അപ്പൊ ഇതൊന്ന് ലിബറൽ ആയി തന്നൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് സിയും കൂടെ വരുമ്പോ എങ്ങനെയായിരിക്കും? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗം ചെയ്തു നോക്കുക അല്ലെ? ഈ ഒരു ഭാഗം ചെയ്തിട്ട് ഇതിനോട് ഇങ്ങനെ ചെയ്താൽ ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കാം അല്ലെ? ആദ്യം നമ്മൾ a + b എന്ന സമ്മ് നമുക്ക് കിട്ടണം. നോക്കൂ, ഇവിടെ a + b ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി അല്ലെ? ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? b + a ചെയ്യുന്നു അല്ലെ? b + a ചെയ്യുന്നു. b + a ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത് അല്ലെ? ഇങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്നത് സെയിം ആൻസർ തന്നെയാണ് അല്ലെ? അപ്പൊ അതാണ്, അതായത് a + b നോട് ഈക്വൽ ആണ് എന്ത്? b + a അല്ലെ? അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ 1 + 2 ചെയ്താലും 2 + 1 ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി അതിൽ c വരുമ്പോ എങ്ങനെയായിരിക്കും? a + b, നമുക്ക് a + b കിട്ടിയിട്ടുണ്ട്, a + b കിട്ടിയിട്ടുണ്ട്. ഈ ആൻസറിനോട് നമുക്ക് ഈ ഒരു സിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും അല്ലെ? 12 5 1 9 -2 6 അല്ലെ? അതായത് a + b നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. അതിന്റെ കൂടെ നമുക്ക് ക്വസ്റ്റ്യനിൽ c എന്ന മെട്രിക്സും കൂടെ തന്നിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ a + b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെട്രിക്സ്, അതിന്റെ കൂടെ നമ്മൾ c ആഡ് ചെയ്യാണ്. 6 1 -1 -2 0 5 തുടങ്ങിയ എലമെന്റ്സ് ഉള്ള c ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 12 5 1 9 -2 6 തുടങ്ങിയിട്ടുള്ള എലമെന്റ്സ് ഉള്ള വേറൊരു മെട്രിക്സ് കിട്ടുന്നു അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഇപ്പൊ ഇതെന്താണ്? ശരി, ഇതെന്ത് മെട്രിക്സ് ആണ്? a + b + c അല്ലെ? അതായത് ആദ്യം നമ്മൾ എയും പ്ലസും ബി ചെയ്തിട്ട് അതിന്റെ സമ്മിനെ നമ്മൾ വേറെ എന്താണ്? മറ്റൊരു മെട്രിക്സ് ആയ c കൊണ്ട് പ്ലസ് ചെയ്യാണ് അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ b + c കാണണം അല്ലെ? b + c എങ്ങനെ കാണുക? അതായത് നമ്മൾ ഇതിനോട് ഈക്വൽ ആവുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഈ ഒരു സംഭവം ഇതിനോട് ഈക്വൽ ആവുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പൊ b + c കാണണം അല്ലെ? b + c എന്ന് പറയുമ്പോൾ ബിയും സിയും കൂടെ നമ്മൾ കൂട്ടുന്നു. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇങ്ങനെ ഒരു ആൻസർ കിട്ടും അല്ലെ? അതായത് ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ, അതായത് 5 + 6 1 + 1 3 + -7 6 + -2 -1 + 0 2 + 5 അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഇങ്ങനെ ഒരു ആൻസർ കിട്ടുന്നു അല്ലെ? 11 2 -4 4 -1 7 അങ്ങനെ ഒരു ആൻസർ കിട്ടുന്നു. പിന്നെ അതിന്റെ കൂടെ ഇനി നമുക്ക് എന്ത് കിട്ടണം? ഇത് ചെയ്യണം അല്ലെ? a+ന്റെ കൂടെ, അതായത് എന്റെ കൂടെ ഈ ഒരു സംഭവം ആഡ് ചെയ്ത് നോക്കണം അല്ലെ? ഇപ്പൊ ഏതാണ് a എന്ന് പറയുമ്പോൾ? ഇതാണ് അല്ലെ? ഈ മെട്രിക്സിന്റെ കൂടെ നമ്മൾ b + c ആഡ് ചെയ്യാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കൂ, ഇവിടെ b + c ഏതാണ്? b + c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓൾറെഡി ആൻസർ കിട്ടി. ഏതാണ്? ഇതാ 11 2 -4 4 -1 7 ഈ ഒരു ആൻസർ കിട്ടി, b + c. ഇനി അതിന്റെ കൂടെ a ആഡ് ചെയ്യാണ്. a ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, നമുക്ക് എന്ത് കിട്ടുന്നു? ഇതാ 12 5 1 9 -2 6 അല്ലെ? അതായത് ഇവിടെ കിട്ടിയ ആൻസർ തന്നെയാണ്. നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പൊ നമ്മള് a + b + c ഓഫ് a + നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിന് ഈക്വൽ ആണ്? a + b ഓഫ് c + c അതിന് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ അത്രയും പറയുന്നു. അതായത് a + b ചെയ്താലും b + a ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്നത്.